തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു താരമായി മാറുകയാണ്. തിരുവഞ്ചൂരിൻ്റെ ജയത്തെക്കുറിച്ചൊന്നും ആർക്കും ഒരു സംശയമില്ല. എതിരാളികളൊക്കെ തന്നെ പലപ്പോഴും നിഷ്പ്രഭരായി പോകുന്ന കാഴ്ചയാണ് കോട്ടയത്ത് കാണുന്നത്. സാക്ഷാൽ VN വാസവൻ പോലും തിരുവഞ്ചൂരിനെ ഭയന്നാണ് കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂരിലേക്ക്, ഏറ്റുമാനൂർ അപ്പൻ്റെ അടുക്കൽ പോയി അഭയം തേടി നിൽക്കുന്നത്. അപ്പോൾ തിരുവഞ്ചൂര് വീണ്ടും വരുന്നു നിയമസഭയിലേക്ക്. അതെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരുനക്കര മഹാദേവൻ അനുഗ്രഹിച്ചതുപോലാണ്. ആരെതിർക്കാൻ വന്നാലും ഏത് ഗവൺമെൻറ് ആയാലും ശരി, തരംഗം രാജ്യത്തേതാണെങ്കിലും ശരി, തിരുവഞ്ചൂർ ജയിച്ച് കയറാറുണ്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ. അങ്ങനെ അജയ്യനായിട്ട് ഒരാളായിട്ട്, അദൃശ്യനായിട്ടുള്ള ഒരാളായിട്ടും കുറേ കാലമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് 4-5 വർഷം മുമ്പാണ്, അദ്ദേഹം എല്ലാ വീടുകളിലും കൊണ്ടു കൊടുത്തു. കോട്ടയം നിയോജക മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമാർ വഴി കൊടുത്ത ഒരു സാധനമുണ്ട്. അതൊരു വിശറിയായിരുന്നു. ഇതുപോലൊരു വേനൽക്കാല ചൂടുകാലത്തായിരുന്നു അതിൻ്റെയും വിതരണം. അങ്ങനെയാണല്ലോ ഇപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഇതേ സമയത്ത് വരുന്നത്. അപ്പോൾ കൊടുത്ത ആ വിശറിയാണ്. ഇപ്പോൾ 5 വർഷത്തെ പഴക്കമുണ്ട് എങ്കിലും ഇതാണ് തിരുവഞ്ചൂരിൻ്റെ പടം വെച്ച് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നായിരുന്നു ആ കാലത്ത്. കാരണം പലപ്പോഴും അപ്രഖ്യാപിത കറണ്ട് കട്ടുണ്ട്, പ്രഖ്യാപിതമല്ല, ലോഡ് ഷെഡിങ് അല്ല, അല്ലാതെ തന്നെ കറണ്ട് പോകാറുള്ള ഇപ്പോഴേ കോട്ടയംകാർക്കൊക്കെ വളരെ വീശാൻ പറ്റിയ പണ്ട് ഈ വീശുപാളമൊക്കെ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഇത്. പിന്നെ അതുകൂടാതെ നോട്ടീസുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നോട്ടീസുകളുടെ കൂട്ടത്തിൽ അല്പം ജേർണലിസം കൂടി കളർന്ന ഒരു പത്രത്തിൻ്റെ അതേ സൈസിലുള്ള ഒരു സംഭവം കൂടിയുണ്ട്. ഒരു മാസ്റ്റ് ഹെഡുമുണ്ട്. മാസ്റ്റ് ഹെഡിൻ്റെ പേര് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നുള്ള മാസ്റ്റ് ഹെഡോടുകൂടി അതിന് കീഴിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ LDF ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ അവരെ മുൾമുനയിൽ നിർത്തിയ സകലമാന പരാജയങ്ങളും അതിൻ്റെ ഹെഡിങ്ങുകൾ കൊടുത്ത്, വിശദമായ വാർത്തയില്ല, ചുരുക്കത്തിൽ മാത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ലേഔട്ടാണ്, ഭംഗിയുള്ള കളറും ഒക്കെ ഉപയോഗിച്ചുള്ള നല്ല ലേഔട്ട് വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രൊഡക്ഷനായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ആദ്യം തുടങ്ങുന്നത് ഏറ്റവും ഒടുവിലത്തെ കാര്യം വെച്ച്, ജേർണലിസത്തിലും അങ്ങനെയാണല്ലോ, തട്ടിയ സ്വർണം ഇരട്ടയേറി അവിടെ വെച്ചാൽ പറയുന്നത്. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല. ശബരിമലയുടെ കാര്യമാണ് ഏറ്റവും വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ ഒരു ശബരിമല സ്വർണ്ണമോഷണം സ്ഥിരം, അതിൻ്റെയാണ് ആദ്യത്തെ കോളങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് താഴെ ശക്തമായി ഇടപെട്ട് UDF നേതൃത്വം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരിങ്ങനെ അത് പ്രകടനമായിട്ട് പോകുന്നതിൻ്റെ ചിത്രം. ഇടപെട്ടു എന്നുള്ളത് നേരാണ്, പക്ഷേ ശക്തമായിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ VN വാസവനും അതുപോലെ തന്നെ നമ്മുടെ വീണ ജോർജ് ആരോഗ്യമന്ത്രിയും ഉള്ള സമയത്ത് തന്നെ നടന്ന ഒരു അത്യാഹിതം. കെട്ടിടം പൊളിഞ്ഞ് വീണിട്ട് ആള് മരിച്ച് അതിനടിയിൽ കിടന്നു. ഇവിടെ ആരും ഇല്ല എന്ന് വീണ ജോർജ് എടുത്തൊരടി അടിച്ചു. ജീവനക്കാരും പോയി, അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പോയി, പോലീസുകാരും എല്ലാം പോയി. അത് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞാണ് ഒരു ശരീരം അവിടെ ഒന്ന് പുറത്തെടുക്കുന്നത്. ആ ഒരു ദുരന്തം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടന്ന ദുരന്തം. ആ കെട്ടിടം പൊളിഞ്ഞു വീണതാണ്. കക്കൂസിനായിട്ട് ഉപയോഗിക്കുന്ന, ബാത്റൂമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ആ കെട്ടിട സമുച്ചയം, അതോട് ചേർന്ന കെട്ടിട സമുച്ചയമാണ് പൊളിഞ്ഞു വീണത്. അപ്പോൾ തലയോലപ്പറമ്പ് സ്വദേശി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലമാണല്ലോ തലയോലപ്പറമ്പ്, അവിടെയുള്ള D ബിന്ദു. ഇതൊക്കെ നമ്മൾ വാർത്തകൾ അന്ന് വായിച്ച് വളരെ ക്ഷുഭിതരായിട്ടുണ്ട്, പക്ഷേ പിന്നെ മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് ഈ ടൈറ്റിൽ ഇതിൻ്റെ മാസ്റ്റേർട്ട് വളരെ ഇങ്ങനെയൊന്നും ഇറക്കിയില്ലെങ്കിൽ പോലും തിരുവഞ്ചൂരിൻ്റെ വിജയം എന്ന് പറയുന്നത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇപ്പോൾ ശക്തനായിട്ടൊരു പ്രതിയോഗിയുണ്ട്. കാരണം കുറിക്കുകൊള്ളുന്ന മറുപടികൾ പറയാൻ കഴിവുള്ള ഒരു പ്രതിയോഗിയാണ് K. അനിൽകുമാർ. അപ്പോൾ അങ്ങനെ അനിൽകുമാർ എന്ന് പറയുന്ന ആൾ അവിടെ പരിസ്ഥിതി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പുഴകളിൽ നിന്ന് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് റോഡ് ടു റിവർ എന്നുള്ള പദ്ധതി വിജയകരമായിട്ട് നടത്തും. കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കാം. നമ്മുടെ അന്തിച്ചർച്ചകളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് അദ്ദേഹം. അതുപോലെ വെർബൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിൽ തന്നെയും വാസ്തവത്തിൽ അതുകൊണ്ട് അദ്ദേഹം വളരെ സുപരിചിതനായിട്ടുണ്ട് മണ്ഡലത്തിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ചുവരെഴുത്തുകളുടെ ഒപ്പം എത്തുന്നില്ലെന്നുള്ളതാണ്. മണ്ഡലം മുഴുവൻ തിരുവഞ്ചൂരിൻ്റെ ചുവരെഴുത്തുകളും ഫോട്ടോകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച സാധാരണഗതിയിൽ സംഭവിക്കാറില്ല. ഏറ്റവും മുമ്പേ പ്രചാരണ രംഗത്ത് എത്തുകയും ഏറ്റവും കൂടുതൽ ഫോട്ടോകളും പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്നത് CPM അവിടെ. തോറ്റുപോകുമ്പോഴും അങ്ങനെ, VN വാസവൻ്റെ കാര്യത്തിലും അങ്ങനെ. ഈ പ്രാവശ്യം പക്ഷേ ഇതിലൊരു മേൽക്കൈ നേടിയിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. UDF അത്രയ്ക്ക് ഫണ്ടുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സാധനത്തിൽ തന്നെ, പത്രം പോലുള്ള ഈ ഒരു ടാബ്ലോയിഡിൽ തന്നെ കാണുന്നത് UDF ജില്ലാ കമ്മിറ്റി
UDF ഇലക്ഷൻ കമ്മിറ്റി എന്നാണ് കാണുന്നത്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഏറ്റുമാനൂർ പോയി കഴിഞ്ഞാൽ, പാലായിൽ പോയി കഴിഞ്ഞാൽ പോലും ഇതുപോലുള്ള ഒരു പ്രചാരണത്തിൻ്റെ ഒരു ബ്ലിറ്റ്സ് ക്രീഗ്, ശക്തമായിട്ടുള്ളൊരു തരംഗം നമുക്കവിടെ കാണാൻ കഴിയില്ല. ഇതിനകത്ത് മിക്കവാറും എല്ലാം സ്പർശിച്ചിട്ടുള്ളത് ആശയ്ക്ക് കാശില്ല. ആശമാരുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അങ്കണവാടി ജീവനക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയം ഇല്ല എന്നുള്ളത്. പിന്നെ ഇതെന്തു സർക്കാർ എന്ന് PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ട ഏറ്റവും ഒടുവിലത്തെ കാര്യം പറഞ്ഞിട്ട് അത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടാണെന്ന് പിണറായി പറഞ്ഞ കാര്യം, ബിനോയ് വിശ്വം ഉണ്ടായിരിക്കുന്നത്. കത്രിക മുനയിൽ 5 കൊല്ലക്കാലം ശാസ്ത്രം, അതായത് നമ്മുടെ ശൈലജ ടീച്ചറുടെ കാലത്തിട്ട കത്രിക വീണ ജോർജിൻ്റെ കാലത്താണ് പുറത്തെടുത്തതെന്നുള്ള കാര്യം, ഹൃദ്രോഗ ചികിത്സയിലെ പിഴവുകൾ, ഇതെല്ലാം വരുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നോക്കാൻ സമയമില്ലെങ്കിലും വൈദ്യുതി നിരക്കിലെ വർധന, വില 200 മുതൽ 328 വരെ കൂടിയത്, സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാനില്ലാതെ വരുന്ന അവിടുത്തെ സാധനങ്ങളുടെ വില കൂട്ടിയ കാര്യം, ന്യായവിലയ്ക്ക് സാധനങ്ങൾ കിട്ടാതെ വരുന്നത്, അതുപോലെ തന്നെ ആദിവാസി യുവാവിനെ മർദ്ദിച്ച് കൈകെട്ടി തൂണിൽ ബന്ധിച്ചു. അത് മാത്രമല്ല, തൂണിൽ ബന്ധിച്ചു മാത്രമല്ല, അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ആ കാര്യങ്ങൾ അതിപ്പോൾ ബന്ധിച്ചു എന്ന് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ളൂ. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ്. ഇനി BJPക്ക് ഇട്ടു ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. കിരൺ റിജിജു പറഞ്ഞതായിട്ടാണ് വഖഫ് ബിൽ പരിഹാരമല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നവകേരള ധൂർത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ യാത്ര, നവകേരള യാത്ര എന്ന് പറഞ്ഞുള്ള യാത്ര. പിന്നെ കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CPM പ്രതി നേതാക്കളും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ കാര്യം ഒരു ഹെഡ്ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. PSC അംഗങ്ങളുടെ ശമ്പളം ജില്ലാ ജഡ്ജിമാരുടേതിന് തുല്യമായിട്ട് കൂട്ടിയ ആ ഒരു കാര്യം വലിയ പ്രക്ഷോഭവും കൊള്ളിലൊക്കെ ഉണ്ടാക്കിയ സംഭവം. ആ കാര്യങ്ങളും ഇതിന് വർധന വെറും 1.6 ലക്ഷം. 1.6 ലക്ഷമാണ് അവർക്ക് ശമ്പളത്തിൽ ഒറ്റയടിക്ക് കൂട്ടിക്കൊടുക്കുന്നത്, ജില്ലാ ജഡ്ജിയുടെ തുല്യമായിട്ടുള്ള ശമ്പളം. പിന്നെ സ്പോർട്സ് കൗൺസിലിനാണ് പിൻവാതിൽ നിയമം. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കുടിശ്ശിക കിട്ടാതെ 75,000 പെൻഷൻകാർ മരിച്ചു എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് ഒരു വിവാദമാവേണ്ടതാണ്. അതായത് 2 ഗഡുക്കളായുള്ള കുടിശ്ശിക 10,000, 40,000 രൂപ സർക്കാർ അനുവദിക്കുമ്പോൾ നോമിനിക്ക് കൈപ്പറ്റാം എന്നുള്ളൊരു സബ് ഹെഡിക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. PSC എന്ന് പറയുന്നതേ ഒരു പ്രഹസനമാണെന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രചാരണം, അത് വിജയനാഥ് പല പ്രചാരണങ്ങളിലും പങ്കെടുക്കുകയും കാണുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പുതുമയുള്ള ഒരു പ്രചാരണം അങ്ങനെ ഏറെ കണ്ടിട്ടുണ്ടോ? അല്ല, ഇത് വളരെ വ്യത്യസ്തമാണ്. തിരുവഞ്ചൂരിന് എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരു ചില സ്വഭാവം ഉണ്ടെന്നുള്ളതാണ്. അതെ, വ്യത്യസ്തനാണ് തിരുവഞ്ചൂര്. അതാണ് ഇപ്പം കോട്ടയത്ത് നമ്മൾ കാണുന്നത്. വിജയത്തിലും അത് തന്നെയാണ് കാണുന്നത്. ഒരു തിളക്കമുള്ള ഒരു പ്രചാരണം. നമ്മളെ പലതും ബോറടിപ്പിക്കുമ്പോൾ ഇത് നമുക്കൊരു പ്രത്യേകമായിട്ടൊരു കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്നവേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഇംപ്രവൈസേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് കുറച്ച് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം ജയിച്ചാലും ഇല്ലെങ്കിലും അതിനൊരു കൗതുകം ഉണർത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ച് മതിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.